ഇന്ന് കറിക്കരിയാൻ കട്ടിംഗ് ബോർഡുകൾ ഉപയോഗിക്കുന്ന ഒരു ശീലം നമ്മളിലുണ്ട്. ഇത് പ്ലാസ്റ്റിക് ബോർഡാണോ ഉപയോഗിക്കുന്നത് എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ പ്ലാസ്റ്റിക് ബോർഡാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ രോഗികളാണുള്ളത്. പണ്ടെല്ലാം ഒരു തടിക്കഷ്ണത്തിന്മേലായിരുന്നു അടുക്കളയിലെ അരിയലുകളും വെട്ടിമുറിക്കലുകളും ഒക്കെ. സ്വാഭാവികമായതിലൊന്നും വരുമാന സാധ്യത ഇല്ലാത്തതിനാൽ കച്ചവടക്കാരിൽ നിന്നും തടിക്കഷ്ണം വ്യവസായികൾ ഏറ്റെടുത്തു. അവർ പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡുകൾ ഉണ്ടാക്കി. പ്രകൃതിയുടെ തടിക്കഷ്ണം ഉപയോഗിക്കുന്നത് പുരോഗമനത്തിന്റെ ലക്ഷണമല്ലാത്തതിനാൽ പരിഷ്കാരികളായ വീട്ടമ്മമാർ വ്യവസായശാലകളിൽ നിന്നും ഇറങ്ങുന്ന പ്ലാസ്റ്റിക് ബോർഡുകൾ നല്ല വില കൊടുത്തു തന്നെ വാങ്ങിച്ചു. പുരോഗമിച്ചെന്ന പൊങ്ങച്ചത്തോടെ സകല സാധനങ്ങളും പ്ലാസ്റ്റിക് ബോർഡിൽ വെച്ച് അരിയാൻ തുടങ്ങി. അല്പ നാളുകൾ ഉപയോഗിച്ച പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡുകളിൽ നിറയെ തലങ്ങനെയും വിലങ്ങനെയും കത്തിപ്പാടുകൾ കാണാൻ കഴിയും. അല്പം കൂടെ കഴിയുമ്പോൾ ആ ഭാഗം നന്നായി കുഴിഞ്ഞിരിക്കുകയും ചെയ്യും. ആ ഭാഗങ്ങളിലെ പ്ലാസ്റ്റിക് എല്ലാം കറികളോടൊപ്പം വയറ്റിലാണ് പോകുന്നത് എന്ന് പറയേണ്ടി വരും. പ്ലാസ്റ്റിക് ചീളുകൾ കറികൾക്കൊപ്പം തിളപ്പിച്ചു കഴിയുമ്പോൾ ഡയോക്സിൻ എന്ന മാരക വിഷം അകത്താകുന്നത് ആരും അറിയില്ല. ദഹന വൈകല്യങ്ങൾ മുതൽ ക്യാൻസറിന് വരെ കുപ്രസിദ്ധി നേടിയിട്ടുള്ള വിഷമാണ് ഡയോക്സിൻ എന്നും ആർക്കും അറിയില്ല. അടുക്കളയിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഫൈബർ കട്ടിംഗ് ബോർഡുകൾ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റണം. പകരം പഴയ തടിക്കഷ്ണം വെച്ച് അരിയുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും മാരക രോഗത്തിന് അത് അടിമയാക്കും. കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.